Debate with Dr. Arun Kumar. വിജയരാഘവൻ പറഞ്ഞത് ഒന്ന് കേൾക്കാം. വയനാട് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ ഇവിടുന്ന് ഇപ്പൊ രണ്ടാള് ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാം അല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ ഇവിടെ? പണ്ടൊക്കെ EMS മത്സരിക്കുമ്പോൾ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേന്ദ്രമന്ത്രിമാർ പോയിട്ടുണ്ട്. നമുക്കൊപ്പം അതിഥികളായി മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, ഒപ്പം തന്നെ CPM-ൽ നിന്നും ഡോക്ടർ VPP മുസ്തഫ എന്നിവരാണ്. രണ്ട് അതിഥികൾക്കും സ്വാഗതം. ആദ്യം VPP മുസ്തഫ. വിജയരാഘവൻ വയനാട് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞത് CPM നിലപാട് തന്നെയാണ്. വിജയരാഘവൻ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ വിവാദപരമായ ഒരു പരാമർശവുമില്ല. നമ്മുടെ നാട്ടിൽ വാർത്താക്ഷാമം നേരിടുന്ന ചില മാധ്യമങ്ങളും രാഷ്ട്രീയമായിട്ട് CPM-നെതിരായിട്ടുള്ള വിഷയങ്ങൾക്ക് ദാരിദ്ര്യം നേരിടുന്ന UDF-ഉം വിജയരാഘവന്റെ വയനാട് CPM ജില്ലാ സമ്മേളനത്തിലെ പ്രസംഗത്തിലെ ചില വരികൾ അടർത്തിയെടുത്ത് എന്തോ മഹാവിവാദമുണ്ടായിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് നടത്തുന്നത്. ഡോക്ടർ VP മുസ്തഫ അങ്ങ് പറഞ്ഞ ആദ്യത്തെ വാചകത്തോടുള്ള എനിക്കുള്ള വിയോജിപ്പും എന്റെ സംശയവും അങ്ങനെ മറുപടി നൽകി തുടരൂ ദയവ് ചെയ്ത്. ഡോക്ടർ VP മുസ്തഫ, വിജയരാഘവന്റെ പ്രസംഗത്തിലെ ചില വരികൾ കാണിച്ചു. ഞാനതിലേക്ക് വരാം. അതിനു മുൻപ് അങ്ങ് ആദ്യം പറഞ്ഞത് ഇതിൽ വസ്ത്രാവിരുദ്ധമൊന്നുമില്ല എന്നുള്ളതാണ്. അല്ല, ഒരു നിമിഷം കേൾക്കൂ ഡോക്ടർ VP മുസ്തഫ. പറഞ്ഞത് ഏത് വർഗീയതയെ കുറിച്ചിട്ടാണ്? ഡോക്ടർ VP മുസ്തഫ, കുറിച്ച് ആ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും തീവ്രമായ വിഭാഗങ്ങളെ കുറിച്ച് പരാമർശിച്ചു. ഇതിന് തൊട്ട് മുമ്പുള്ള വരികൾ ഏത് വർഗീയതയെ കുറിച്ചിട്ടാ? അത് രാജ്യത്തെ കാർന്നു നിന്നുന്ന ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ചിട്ടല്ലേ? മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ന്യൂനപക്ഷ ജീവിതങ്ങൾക്കും നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങളെ കുറിച്ചിട്ടല്ലേ ഈ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പുള്ള വരികളിൽ സമയമെടുത്ത് വിജയരാഘവൻ വിശദീകരിച്ചിട്ടുള്ളത്? എന്തേ അതിനെ വിവാദമാക്കാൻ തോന്നാത്തത്? അദ്ദേഹം ഏതെല്ലാം നിലയിലുള്ള പരാമർശങ്ങൾ എത്ര ഡോക്ടർ VP മുസ്തഫ അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടിരുന്നു. ഡോക്ടർ VP മുസ്തഫ. ഡോക്ടർ VP മുസ്തഫ, ഹലോ. വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിച്ചത് ദൃഢമായ മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണോ? ആ ദൃഢമായ വർഗീയ ചേരി ഉള്ളതെന്ന് പറയുന്നത് SDP-യും ജമാഅത്തെയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SDP-യും ജമാഅത്തെയും വോട്ട് ചെയ്തില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താഴെ 4 ലക്ഷം വോട്ടിന് ഡൽഹിയിൽ എത്തുമായിരുന്നില്ലേ? ഏത് കണക്കുകൾ വെച്ചാണ് വിജയരാഘവൻ അങ്ങനെ പറഞ്ഞൊപ്പിച്ചത്? അരുൺകുമാർ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം അദ്ദേഹം നടത്തിയ വിശകലനത്തിൽ അത് സമഗ്രമായ ഒരു പ്രസംഗമാണ്. ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നാനാവിധത്തിലുള്ള വിഷയങ്ങൾ അപഗ്രഥനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ചും മോഡി ഭരണത്തിന്റെ നൃശംസതയെക്കുറിച്ചും നല്ലതുപോലെ തന്നെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ന്യൂനപക്ഷ വർഗീയത നമ്മുടെ നാട്ടിൽ ഉയർത്തുന്ന ഭീഷണിയെയും സൂചിപ്പിക്കുന്നു. അവിടെ വയനാട്ടിലെ വിജയം, വയനാട് കൂടിയാണല്ലോ സമ്മേളനം നടക്കുന്നത്, അതൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം എടുത്തു. രാഹുൽ ഗാന്ധി ജയിച്ചത് SDP-യുടെയും ജമാഅത്തിന്റെയും വോട്ട് വാങ്ങിയാണോ? അവരുടെ വോട്ടില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കുമായിരുന്നില്ലേ? അരുൺകുമാർ, അങ്ങനെ ഓർമ്മക്കുറവ് സംഭവിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ലല്ലോ. വയനാട് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ കോൺഗ്രസ് ഈ മുസ്ലിം തീവ്ര വർഗീയതയുമായി നടത്തുന്ന കച്ചവടത്തെ കുറിച്ച് പാലക്കാട്ടെ കാര്യമടക്കം നമ്മളടക്കം ചർച്ച ചെയ്തല്ലേ ഡോക്ടർ VP മുസ്തഫ? എന്റെ സ്ട്രെയിറ്റ് ചോദ്യം ഇതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ SDP-യും ജമാഅത്തെയും വോട്ട് ചെയ്തില്ലെങ്കിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോകുമായിരുന്നു.
4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തത് ജമാഅത്തെയും ഈ പറയുന്ന SDP-യുമാണോ VPP മുസ്തഫ? ജമാഅത്തെ ഇസ്ലാമിയും SDP-യും വയനാട്ടിൽ UDF-നോടൊപ്പം ഉണ്ടായിട്ടില്ല എന്ന തോന്നൽ അരുൺകുമാറിനുണ്ടോ? അല്ല, VPP മുസ്തഫ അവരുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കില്ലേ? രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,10,000 ആക്കി മാറ്റിയത് SDP-യുടെയും ജമാഅത്തുടെയും പിന്തുണയോട് കൂടിയാണ്. ഉന്നയിക്കുന്ന വിഷയം എന്താ? കേരളത്തിലെ കോൺഗ്രസ് എന്താണ് ഡോക്ടർ VPP മുസ്തഫ? ഡോക്ടർ VPP മുസ്തഫ, എന്റെ ചോദ്യം വളരെ ലളിതമാണ്. 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷം VPP മുസ്തഫ, 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് SDP-യുടെയും ജമാഅത്തുടെയും പിന്തുണയോട് കൂടിയാണോ എന്നതാണ് എന്റെ ചോദ്യം. അതായത് അഥവാ ഇവരുടെ പിന്തുണ ഇല്ലാതിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുമായിരുന്നോ? അങ്ങനെയല്ലേ ABG രാഘവൻ പറഞ്ഞത്? ഡൽഹിയിൽ എത്തുമായിരുന്നോ എന്നാണ് ചോദിച്ചത്. എനിക്ക് ആ ചോദ്യത്തിന് മാത്രം കിട്ടിയാൽ മതി. വസ്തുതാപരമായത് ശരിയാണോ? നമുക്ക് ബാക്കി രാഷ്ട്രീയം സംസാരിക്കാം. ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ VPP മുസ്തഫ, നമുക്കിപ്പം ഷാഫി ചാലിയുമുണ്ട്. ഷാഫി ചാലിയും ഇന്ന് ABG രാഘവൻ ആവർത്തിച്ചു പറയുന്നു, എങ്ങനെയാണോ ഭൂരിപക്ഷ വർഗീയത അപകടകരമാകുന്നത് ആ രീതിയിൽ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും അപകടകരമാണ് എന്ന് ഞാൻ വിളിച്ചു പറയുക. അത് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കോൺഗ്രസ് അടുത്ത കാലത്ത് തുടങ്ങിയിരിക്കുന്ന ഈ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കൽ അത് ആരെതിർത്താലും തുറന്നു പറയുമെന്നാണ് ABG രാഘവൻ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് SDP-യുടെ വോട്ട് വേണം, ജമാഅത്തയുടെ വോട്ട് വേണം, അത് പാലക്കാടും വയനാട്ടിലും വേണം. പലതവണ ആവർത്തിച്ചിട്ടും വേണ്ടെന്നവർ നിലപാടെടുത്തില്ല. സ്വാഭാവികമായും ആ വിമർശനത്തിന് അവർ അർഹരല്ലേ ഷാഫി ചാലിയും? അല്ല, വിജയരാഘവൻ പറഞ്ഞത് എന്താ? രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിലും പിന്നിലും തീവ്ര മുസ്ലിം ചേരി എന്നാ പറഞ്ഞത്. ഏതാ തീവ്ര മുസ്ലിം ചേരി? SDP-യും ഈ തീവ്ര മുസ്ലിം ചേരിക്ക് വയനാട്ടിൽ എത്ര വോട്ടുണ്ട്? അവർക്ക് രണ്ടുപേർക്കും അവിടെ കൂട്ടിയാൽ എത്ര വോട്ട് വയനാട്ടിലുണ്ട്? അതാദ്യം VP മുസ്തഫ ഒന്ന് വ്യക്തമാക്കട്ടെ, എന്നിട്ട് ചർച്ച തുടരാം. VPP മുസ്തഫ, ആ കണക്കാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. SDP-യുടെയും ജമാഅത്തയുടെയും മൊത്തം വോട്ട് വയനാട്ടിൽ എത്ര ഉണ്ടെന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും താങ്കളുടെയും കണക്കുകൂട്ടൽ? അരുണേ, SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടിന്റെ എണ്ണമാണ് ബലമെങ്കിൽ, അതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്നാണല്ലോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത്. എന്തിനാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം, ഷാഫി ചാലിയത്തിന്റെ പാർട്ടിയുടെ നേതൃത്വം മലപ്പുറത്തെ ഹോട്ടൽ മുറിയിൽ SDP-ഐ നേതാക്കളുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത്? ഇവര് വേറെ കാര്യമായിട്ട് വോട്ടൊന്നുമില്ലാത്ത SDP-യും ജമാഅത്തെ ഇസ്ലാമിയും പരിഗണിക്കാൻ അർഹതയില്ലാത്ത സംഗതികളാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്ന 2019 തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് അവരുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത്? UDF-ന്റെ കൺവീനർ MM ഹസൻ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ വീട്ടിൽ പോയത്? MM ഹസനല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ വീട്ടിൽ പോയി? ഇവരൊന്നും അങ്ങനെ വോട്ടൊന്നും ഇല്ലാത്ത കാര്യമായിട്ട് പരിഗണിക്കേണ്ട ശക്തികളാണെങ്കിൽ, അല്ലാത്ത ശക്തികളല്ലെങ്കിൽ പാലക്കാട് നമ്മൾ കണ്ടത് എന്താ? ഒരു നിമിഷം VPP മുസ്തഫ, ഷാഫി ചാലിയും അതിന് മറുപടി പറയട്ടെ. ഒരു നിമിഷം VPP മുസ്തഫ, ഷാഫി ചാലിയും അതിന് മറുപടി പറയട്ടെ. ഷാഫി, ആകെ അരമണിക്കൂറാണ് ചർച്ച. അപ്പോൾ അത് മുഴുവനും VPP മുസ്തഫ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറിത്തരാൻ തയ്യാറാണ്. സിമ്പിളായൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ വെൽഫെയർ ജമാഅത്തെ ഇസ്ലാമിക്കും SDP-ക്കും എത്ര വോട്ടാണുള്ളതാണ്? അതിന് മറുപടി മുസ്തഫയ്ക്ക് ഉണ്ടോ? മുസ്തഫയുടെ വായിൽ നിന്ന് ആ മറുപടി കേൾക്കാൻ ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന പ്രേക്ഷകർ കാത്തിക്കുക. അവരെയാണ് മുസ്തഫ താങ്കൾ ഗലിംഭ്യരാക്കിയത്. മനസ്സിലായോ? അവർക്കൊക്കെ എത്ര അവിടെ വോട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മുമ്പ് MI ഷാനവാസ് കഷ്ടിച്ച് ഒരു 15,000, 15,000, 20,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് രാഹുൽ ഗാന്ധി വരുന്നത്. രാഹുൽ ഗാന്ധി ആരാന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല. കേരളത്തിലെ CPM-മാർക്ക് മാത്രം. ഇന്ത്യ മുഴുവൻ ലോകമെങ്ങുമുള്ള ആളുകൾ ബഹുമാനിക്കുന്ന ഒരു വലിയ ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി. ആ മനുഷ്യനിവിടെ വന്ന് നിന്നപ്പം ഒരു ജനത മുഴുവൻ ആ മനുഷ്യന് വോട്ട് കൊടുക്കിയിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. 4.5 ലക്ഷം വോട്ടാണ് കൊടുത്തത്. അപ്പുറത്തെ സ്ഥാനാർത്ഥി ആരാ? സുജീർ, ഒരു മുസ്ലിം നാമധാരി, നിങ്ങളെപ്പോലെ അല്ലേ? ആ സുജീറിന് എത്ര വോട്ടാണ് കൊടുത്തത്?
സുജീറിനെയാണ് 4.5 ലക്ഷം വോട്ടിന് വയനാടിൽ ജനത തോൽപ്പിക്കുന്നത്. അതിൽ ഏത് തീവ്ര ചേരിയാണ് നിങ്ങൾ കാണുന്നത്? പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിലും പിന്നിലും ഞങ്ങളാണുള്ളത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് മനസ്സിലാക്കുക. മുന്നിലും പിന്നിലും ഞങ്ങളാണ് നിന്നത്, എല്ലാവരും കണ്ടതാണ്. അരുൺകുമാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വേറെ ഏതെങ്കിലും ഒരു കൊടി മാറിയോ? ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യുന്നത് എന്താ അറിയും മുസ്തഫ? അത്യന്തം അപകടം നിറഞ്ഞ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഡൽഹിയിൽ ആ പാവം രാഹുൽ ഗാന്ധിനെ, സ്ത്രീയെ അതിക്രമിച്ചവൻ, സ്ത്രീത്വത്തെ നശിപ്പിച്ചവൻ, ഒരു MP അടിച്ച് താഴെയിട്ടവൻ, കരാട്ടെ പഠിച്ചവൻ 26 കേസെടുത്ത് വരിഞ്ഞു മുറുക്കുമ്പോൾ ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ സഹോദരിയും മുസ്ലിം ഭീകരവാദികളെയും വർഗീയവാദികളെയും വോട്ടിൽ ആണ് ജയിച്ചുവെന്ന് വിളിച്ചു പറയുമ്പോൾ, ഈ വിളിച്ചു പറയുന്നത് ഉത്തരേന്ത്യയിൽ വമ്പച്ച പ്രചാരണം നടക്കുക. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാ പറയുന്നത്. മുകളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് രാഹുലിനെയും പ്രിയങ്കയെയും BJPക്കാർ വളഞ്ഞിട്ടാക്രമിച്ച് കേസെടുത്ത് കൊടുക്കുമ്പോൾ നല്ല സമയത്താണ് സന്ദേശം കൊടുക്കുന്നത്. എന്ത്? ഇതാ ഇവിടെ മുസ്ലിം വർഗീയവാദികളുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ വിജയരാഘവന് ഭ്രാന്തായോ? അയാളെ വായക്കുണ്ടല്ലോ, ഒരു പെർമനന്റ് മാസ്ക് ഇട്ടില്ലെങ്കിൽ CPM എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ കൂടെ മുസ്തഫയ്ക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. കൂടെ കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് വോട്ട് ചെയ്യണേ. ആ സാധുക്കളുടെ സ്ഥിതി എന്താ? അവരിതിന് എന്ത് മറുപടി പറയാൻ കഴിയും? നിങ്ങളെയും കൂടെ നിങ്ങളെ പിന്താങ്ങുന്ന കുറച്ച് മതസംഘടനകളുണ്ടല്ലോ, കുറേ കാണാം ഇല്ലേ? നിങ്ങളൊക്കത്തുള്ളത് ആരാ? ഒന്ന് PDP. എത്ര നല്ല സംഘടനയാണ്. ഇപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടല്ലോ 2 INL ഇല്ലേ? ഈ 2 INL-ലും PDPക്കും അതിൻ്റെ സ്വഭാവം എന്താ? അത് നിങ്ങൾ പറ. ഞങ്ങളെ കൂടെ ആരാ ഉള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാലക്കാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. പാലക്കാട്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കണക്കാക്കണം. പാലക്കാട്ട് മതേതര സമൂഹത്തിൻ്റെ മുഖത്താണ് നിങ്ങൾ ചടി വലിച്ചെറിഞ്ഞത്. BJPക്കാരൻ ചാണകം വലിച്ചെറിയുന്നത് പോലെ. ആ നൂറണി ചുണ്ണാമ്പുതറ തുടങ്ങി വെല്ലിങ്ങാടി അഗ്രഹാരം വരെയുള്ള 15 ബൂത്തുകൾ ഛോട്ടാ നാഗ്പൂർ എന്നാണ് അറിയപ്പെടുന്നത്. നാഗ്പൂർ RSSന്റെ ആസ്ഥാനം. ഛോട്ടാ നാഗ്പൂർ ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിലെ പാലക്കാട്ടെ ഞാൻ ഈ വിവക്ഷിച്ച ഈ ബൂത്തുകളാണ്. അവിടെ ഒരു UDF-കാരന് ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കാൻ കഴിയില്ല. കേരള പോലീസിന് പോലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അവിടെ നിന്നാണ് 4000, 6000, 8000 വോട്ടുകൾ ഈ ശ്രീധരൻ അടക്കമുള്ളവർക്ക് കിട്ടിയത്. ആ സ്ഥാനത്ത് അത് മുഴുവൻ അട്ടിമറിച്ച് 6000-ഓളം വോട്ടുകളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ലീഡ് ചെയ്ത്. ആരാ ഈ വോട്ട് മറിച്ചവർ? അവിടെ എത്ര STP ഉണ്ട് ഈ 1 തൊട്ട് 15 വരെയുള്ള ബൂത്തിൽ? നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ഞങ്ങൾ തന്നെ 6, 7, 8 വോട്ട് 8000 വോട്ടിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അത് 18000 ആയി മാറിയതാരാ? ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പോലും ആളില്ലാത്ത ഈ SDPയും ജമാഅത്തെ ഇസ്ലാമിയ ഒരു വലിയ BJPയിലേക്ക് പോയിരുന്ന വലിയ ഹിന്ദു സമൂഹം ഈ പൂരം കലക്കിയതുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളോടും ഇവിടുത്തെ സംസ്കാരങ്ങളോടും ഹൈന്ദവ ആചാര രീതികളെപ്പോലും രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി തച്ചു തകർക്കുന്ന BJPന്റെ നയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലേക്ക് വോട്ട് മറിഞ്ഞതാ. അങ്ങനെ വോട്ട് മറിച്ച 10000-ങ്ങളെ SDPക്കാരാക്കണവര്. ഈ SDPക്കാര് 6ാം റൗണ്ടിൽ 7ാം റൗണ്ടിൽ വന്ന് പ്രകടനം നടത്തിന്. എവിടുന്നാ പ്രകടനം നടത്താൻ? മണ്ണാർക്കാട് നിന്ന് വന്നതാ. മനസ്സിലാക്കണം. ചോദിച്ചു. പക്ഷെ ഒരു കോൺഗ്രസ് നേതാവും ആ ധൈര്യം പ്രകടിപ്പിച്ചില്ല ആ സമയത്ത്. ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, 1 മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയണത് കേൾക്കൂ. സരിന്റെ ഒരു വോട്ട് അഭ്യർത്ഥന കത്തുണ്ട്. ഞാനിവിടെ സ്ഥാനാർത്ഥിയാണ്. സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം. ആര് വോട്ട് ചെയ്യണം? SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒഴികെയുള്ളവർ വോട്ട് ചെയ്യണം എന്നതിലുണ്ടോ? അല്ലല്ല, അവര് തുറന്നു പറഞ്ഞു. ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് എന്ന നിലപാട് CPM സ്വീകരിച്ചിരുന്നു. ആര് പറഞ്ഞു? CPM സ്വീകരിച്ചിരുന്നു. ആര് പറഞ്ഞു? CPM നേതാക്കൾ തന്നെ പറഞ്ഞു. എന്ന് ആര് പറഞ്ഞു? എല്ലാ ചർച്ചകളിലും പറഞ്ഞു. അഭ്യർത്ഥന കത്തിൽ കഴിയില്ലല്ലോ. എല്ലാ സ്ഥാനാർത്ഥി പാലക്കാട് സ്ഥാനാർത്ഥി പരസ്യമായി അച്ചടിച്ച ലഘുലേഖ ഇവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ SDPന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും RSSന്റെയും ഒഴികെയുള്ള വോട്ടുകൾ മതി എന്ന് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദിച്ചത് തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥന കത്ത് അതാ ഞാൻ ചോദിക്കുന്നത്. പാലക്കാട്ടെ വിഷയത്തിൽ SDPയുടെയും ജമാഅത്തിന്റെയും വോട്ട് വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് എടുത്തിരുന്നില്ല. തുടക്കത്തിൽ അവസാനത്തിലും എടുത്തിരുന്നില്ല.
ഒരു തീവ്രവാദ കക്ഷികളുടെ വേണ്ട എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് നമ്മളടക്കം ചോദിക്കുന്നു അവിടെ അല്ലല്ല. തൊടാതിരിക്കാനുള്ള അങ്ങനെ രാഷ്ട്രീയ കൗശലം അവർ കാണിച്ചു എന്നത് വസ്തുതയാണ്. നമ്മൾ നിൽക്കട്ടെ, നമ്മുടെ വിഷയം പാലക്കാടല്ലാത്തതുകൊണ്ട് വയനാട്ടിൽ അങ്ങ് ചോദിച്ച ചോദ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് വർഗീയ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് എന്ന എ വിജയരാഘവന്റെ വാചകം പി മുസ്തഫ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇന്ന് റിപ്പബ്ലിക് ടിവിയിലടക്കം കമ്മ്യൂണലായ വോട്ട് നേടിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത് എന്ന തരത്തിൽ അതേ മുന്നണിയിലെ PB അംഗം പറയുന്നു എന്ന് പറയുന്നത് ഒരു ദേശീയ വാർത്തയാണ്. അത്രയും ആലോചിക്കാനുള്ള ഒരു ബുദ്ധി പോലും എ വിജയരാഘവൻ ഇല്ലാതെ പോയോ? ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. I'll stay. വിജയരാഘവന്റെ വിവാദ പരാമർശം കത്തിപ്പടരുകയാണ്. വിജയരാഘവൻ വർഗീയ രാഘവനോ എന്നാണ് ഇന്ന് KC വേണുഗോപാൽ ചോദിച്ചത്. നമുക്കൊപ്പം VPP മുസ്തഫയുമുണ്ട്, ഒപ്പം ഷാഫി ചാലിയും. VPP മുസ്തഫ, ഷാഫി ചാലിയും ചോദിച്ച ചോദ്യങ്ങൾക്കൊപ്പം ഇന്ന് ദേശീയതലത്തിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് തീവ്ര വർഗീയ വോട്ടുകൾ നേടിവന്നയാളാണെന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞുവെന്നാണ്. മിനിമം ഒരു മുന്നണി മര്യാദ പാലിക്കേണ്ടിയിരുന്നില്ലേ എ വിജയരാഘവൻ? VPP മുസ്തഫ. ഈ വയനാട്ടിൽ താൻ മത്സരിക്കാൻ വന്നപ്പോൾ അവിടത്തെ ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ പങ്കാളിത്തം അപകടകരമാകും എന്ന് ഈ രാജ്യത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരാ? അരുൺകുമാറെ, അത് ഈ കോൺഗ്രസും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയുമല്ലേ? അവിടെ പച്ച കൊടി പാടില്ല, അവിടെ പച്ച കളറിലുള്ള പ്രചരണം പാടില്ല എന്ന് നിലപാടെടുത്തത് അവരല്ലേ? സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് 2019 ൽ 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 2019 ൽ
അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ ന്യൂനപക്ഷ വർഗീയതയുടെ പ്രശ്നമുണ്ട് എന്ന് രാജ്യത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ഈ കോൺഗ്രസും അതുകൊണ്ടല്ലല്ലോ മുസ്ലിം ലീഗിന്റെ ചെങ്കൊടി ഉയർന്നപ്പോ ഇത് പാകിസ്ഥാനാണോ അത് ഇന്ത്യ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അമിത്ഷാ പറഞ്ഞതുകൊണ്ടല്ലേ, ആ സാഹചര്യത്തിലല്ലേ അങ്ങനെ കൊടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്? ഇന്നിപ്പോൾ വിജയരാഘവൻ സംസാരിച്ചത് അതേ അമിത്ഷായുടെ ഭാഷയിലല്ലേ VP മുസ്തഫ? അരുൺകുമാർ അമിത്ഷായോട് ഇത് 47-ൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റേതാണ്, 960 തൊട്ട് കേരളത്തിൽ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്ന് തിരിച്ചു പറഞ്ഞ് രാഷ്ട്രീയം പഠിപ്പിക്കാൻ കഴിയാതെ വന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങുകയാണോ? അങ്ങനെ പറഞ്ഞിട്ടും അത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് പോലും മനസ്സിലാവാത്തത് എങ്ങനെയാ അമിത്ഷായ്ക്ക് മനസ്സിലാവുക? അല്ല അത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായി? CPM പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നത് ഈ തീവ്ര മുസ്ലിം ചേരിയുടെ വോട്ട് വാങ്ങി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പോയി എന്നാണല്ലോ. അത് തന്നെയല്ലേ അമിത്ഷാ പറയുന്നത്? തമ്മിൽ എന്താ വ്യത്യാസം? തീവ്ര മുസ്ലിം ചേരിയുടെ വോട്ട് രാഹുൽ ഗാന്ധി വാങ്ങിയിട്ടില്ല എന്ന നിലപാട് റിപ്പോർട്ടർ ചാനലിനുണ്ടോ? എനിക്കുണ്ട്. തീവ്ര വർഗീയ മുസ്ലിം വോട്ട് കൊണ്ടല്ല രാഹുൽ ഗാന്ധി പോയെന്ന നിലപാട് എനിക്കുണ്ട്. VP മുസ്തഫ, താങ്കൾ കണക്ക് പറയൂ. 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കുമ്പോൾ വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏത് മണ്ഡലത്തിലാണ് SDPക്കും ജമാഅത്തേക്കും 6 ലക്ഷം വോട്ടുള്ളത്? താങ്കളൊന്ന് പറയൂ. അല്ല, ഈ വിജയിച്ച ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടിന്റെ എണ്ണത്തെ കുറിച്ചിട്ട് ഇപ്പൊ പറയുന്നവർ പാലം കടന്നപ്പോൾ കൂരായണ എന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടാവുക? 1 ലക്ഷം, 1.5 ലക്ഷം? ശരി, അത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 3 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കൊടുത്ത വയനാട്ടിലെ വോട്ടർമാർ തീവ്ര വർഗീയ മുസ്ലിം ചേരിയിലുള്ളവരാ? അങ്ങനെയാണെങ്കിൽ ഞാൻ അരുൺകുമാറിനോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. അത്ര അവഗണിക്കപ്പെടേണ്ടവരാണെങ്കിൽ ഈ ഭൂരിപക്ഷത്തിൽ എണ്ണാനില്ല SDPI എങ്കിൽ എന്തിനാണ് SDPI നേതാക്കളെ മുസ്ലിം ലീഗ് നേതാക്കൾ രഹസ്യമായി കണ്ടത്? നിങ്ങൾ പറയൂ, അത് നിങ്ങൾ പറയൂ. അല്ല, ഒറ്റ മിനിറ്റ്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ RSSന്റെ നേതാവിന് മന്ത്രിസ്ഥാനം കൊടുത്തത്? അയാളെയാണ് സംഘി വിജയൻ സംഘി സുധാകരൻ എന്ന് വിളിക്കേണ്ടത്. അതാ പറയേണ്ടത്. അദ്ദേഹമാണ് തുറന്നു കൊടുത്തത്. ഒരു നിമിഷം. ഈ VP മുസ്തഫ ഈ എരുമ അലറണ പോലെ ഇങ്ങനെ അലറിയിട്ടൊന്നൊരു കാര്യമില്ല. ഞാനിതിൽ കൂടുതൽ അങ്ങേക്ക് അനുകൂലമായ അങ്ങയുടെ വാദത്തിൽ ശക്തിപരമായ ചർച്ചയാണ് നടക്കുന്നത്. അത് വ്യക്തികളിലേക്ക് തിരിച്ചുള്ള ചർച്ചയുടെ ആംഗിൾ തിരിക്കരുത്. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയില്ല. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയില്ല. ഇല്ല, ഞാനത് പിൻവലിക്കുന്നു. ഒരു നിമിഷം. ഇല്ല, നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. VP അത് ശരിയല്ല. ഷാഫി പറഞ്ഞാലും ശരിയല്ല, VP പറഞ്ഞാലും ശരിയല്ല. അതവിടെ നിൽക്കട്ടെ. ഷാഫി ടു ദ കണ്ടന്റ്, 30 seconds. ഷാഫി ചാലിയം നേരത്തെ അയ്യനിൽ ഉണ്ടായാളാ. അയ്യനിലിപ്പോ നിങ്ങളുടെ കക്ഷിയാ. അയ്യനിലിപ്പോ നിങ്ങളുടെ കക്ഷിയാ VP. അയ്യനിലിപ്പോ നിങ്ങളുടെ കക്ഷിയാ. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. ഒരു നിമിഷം. ഈ ചർച്ചയിൽ ഞാൻ പാലിച്ച മാന്യത, ഈ ചർച്ചയിൽ ഞാൻ പാലിച്ച അച്ചടക്കം, ഈ അരമണിക്കൂർ ചർച്ചയിൽ ഇയാൾ കാണിച്ചത് എന്താ? ഞാൻ ഇതല്ല പറയണത്, ഇതിനപ്പുറം പറയണം. ഇല്ല, ഒരു നിമിഷം. VP മുസ്തഫ ഒന്ന് പറയണം. എനിക്ക് സമയം അധികരിച്ചു. VP മുസ്തഫ ഒരു നിമിഷം പറയണം. ഷാഫി ചാലിയം, ആ ചോദ്യത്തിലുള്ള മറുപടി എന്തിനു നിങ്ങൾ പോയി കണ്ടു? ഈ വോട്ട് പ്രസക്തമല്ലെങ്കിൽ 30 seconds. ഇത് എന്ത് ചർച്ച? അല്ല, ഞാൻ ഇത്തരക്കാരായിട്ട് ചർച്ചയ്ക്ക് താല്പര്യമില്ല. കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കാൻ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു ഷാഫി ചാലിയം. താങ്ക് യു VP മുസ്തഫ ചർച്ചയിൽ ചേർന്ന്.
Debate with Dr. Arun Kumar.